ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ 4ാം യൂണിറ്റിലെ 2ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേരാണ് ദോ സന്തരെ. മഞ്ജരി ശുക്ലയുടെ കഹാനിയാണ് നമ്മുടെ പാഠം. മഞ്ജരി ശുക്ല, ജന്മ 30 मार्च 1977, लखनऊ में. शिक्षा अंग्रेजी साहित्य में PhD. रचनाएं बाल साहित्य, रंगमंच का समीक्षा लेखन, अनुवाद, സ്ക്രിപ്റ്റ് ലേഖൻ ആദി. അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താ? ദോ സന്തരെ. സന്തര എന്ന് പറഞ്ഞാൽ എന്താ? ഓറഞ്ച് അല്ലേ? സന്തര എന്ന് പറഞ്ഞാൽ ഓറഞ്ച്. ദോ എന്ന് പറഞ്ഞാലോ? 2. ദോ സന്തര എന്ന് പറഞ്ഞാൽ 2 ഓറഞ്ചുകൾ. മഞ്ജരി ശുക്ലയുടെ വളരെ രസകരമായിട്ടുള്ള ഒരു ചെറിയ കഥയാണ് ദോ സന്തരെ. അപ്പോൾ നമുക്ക് കഥ വായിക്കാം. ദോ സന്തരെ थे. एक दिन वे घूमने निकले. दोनों हंसते लुढ़कते फुदकते चले जा रहे थे. अचानक एक भालू सामने आ गया. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ദോ സന്തരെ थे. 2 ഓറഞ്ചുകൾ ഉണ്ടായിരുന്നു. സന്തര എന്ന് പറഞ്ഞാൽ എന്താ? ഓറഞ്ച്. 2 ഓറഞ്ചുകൾ ഉണ്ടായിരുന്നു. ഏക് ദിൻ വേ ഘൂമനെ നികലെ. അപ്പം ഏക് ദിൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അവർ കറങ്ങാനായിട്ട് പോയി. ഘൂമനെ എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുക. ദോനോ ഹസ്തെ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ചും ലുടക്തെ. അവരെങ്ങനെ കാണാൻ എങ്ങനെ ഇരിക്കുന്നത്? ഉരുണ്ടിട്ടാ അല്ലേ? അപ്പോൾ അവർ ഉരുണ്ടുരുണ്ട് ഫുദക്തെ ചലേ ജാ രഹേദെ. ഫുദക്തെ എന്ന് പറഞ്ഞാൽ ചാടിച്ചാടി, ഉരുണ്ടുരുണ്ടും ചാടിച്ചാടിയും തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ചും ഒക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ജാനക് ഏക് ഭാലു സാമ്നെ ആകെ. പെട്ടെന്ന് എന്താ സംഭവിച്ചത്? ഏക് ഭാലു, ഒരു കരടി. ഭാലു എന്ന് പറഞ്ഞാൽ കരടി സാമ്നെ ആകെ, ഇവരുടെ അടുത്തോട്ട് വന്നു. ഇപ്പം എന്താ? ദോ സന്തരേ ഥേ. 2 ഓറഞ്ചുകൾ ഉണ്ടായിരുന്നു. ഏക് ദിൻ വേ ഘൂമനെ നികലെ. ഒരു ദിവസം അവർ കറങ്ങാനായിട്ട് പുറത്തോട്ട് പോകാനൊക്കെ റെഡിയായിട്ട് നിന്നു. ദോനോം ഹസ്തേ ലുടക്തേ ഫുദക്തേ ചലേ ജാ രഹേദെ. അവർ ചിരിച്ചും ഉരുണ്ടിട്ടും ചാടിച്ചാടിയൊക്കെ അവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അചാനക് ഏക് ഭാലു സാമ്നെ ആകെ. അപ്പോൾ പെട്ടെന്ന്, അചാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഏക് ഭാലു ഒരു കരടി സാമ്നെ ആകെ അവരുടെ അടുത്തോട്ട്, അവരുടെ മുന്നിലോട്ട് വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കരടി. സന്തരെ കോ ദേഖ് ഉസ്കെ മൂഹ് മേം പാനി ആകെ. അപ്പോൾ ഓറഞ്ചിനെ കണ്ടപ്പോൾ നമ്മുടെ കരടിക്കുട്ടൻ്റെ വായിൽ നിന്ന് വെള്ളം വന്നു. മുഖം എന്ന് പറഞ്ഞാൽ വായ, പാനി വെള്ളം. സന്തരെ കോ ദേഖ്, ഓറഞ്ചിനെ കണ്ടപ്പോൾ ഉസ്കെ മൂഹ് മേം, വായിൽ നിന്നും പാനിയാകെ, അവൻ്റെ വായിൽ നിന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി. അതായത് അവന് കൊതിയായി. ഉസ്നെ ഏക്ക് സന്തര ഉഠായ. ഉടനെ തന്നെ അവൻ എന്താ ചെയ്തേ? അതിൽ നിന്ന് ഒരു ഓറഞ്ച് അവനങ്ങ് എടുത്തു. സന്തരേക്കോ സോർ സേ പകട്കർ. അപ്പോൾ സന്തര എന്ത് ചെയ്തു? അവൻ മുറുകെ പിടിച്ചു അല്ലേ? ഖാനേ ഹി വാലാഥ, കഴിക്കാനായിട്ട് പോവുകയായിരുന്നല്ലേ? കി സന്തരേക്ക രസ് ഉസ്കി ആംഖോ മേം ചലാകെ. അപ്പം എന്താ ഉണ്ടായേ? ആ ഓറഞ്ചിൻ്റെ നീര് അവൻ്റെ കണ്ണിലോട്ട് പോയി. കണ്ണിലോട്ട് പോയാൽ എന്താ പറ്റുക? കണ്ണ് നീറും അല്ലേ? അപ്പോൾ അവൻ്റെ കണ്ണൊക്കെ നീറി കണ്ണിൽ നിന്നൊക്കെ കുടുകൂടാന്ന് വെള്ളം വരാനായിട്ട് തുടങ്ങി. ആംഖോ മേം ജലൻ ഹോനെ ലഗി. അപ്പോൾ എന്താ ഉണ്ടായേ? കണ്ണിൽ നീര് തെറിച്ച് വീണപ്പോൾ അവൻ്റെ കണ്ണുകൾ ജലൻ ഹോനെ ലഗി, എരിയാൻ തുടങ്ങി അല്ലേ? ഉസ്നെ ചടുസെ, ഉസ്നെ എന്ന് പറഞ്ഞാൽ അവൻ, ചടുസെ പെട്ടെന്ന്, സന്തരേക്കോ ഓറഞ്ചിനെ ഏക്ക് തര ഫേങ് ദിയ, ഒരു ഭാഗത്തേക്ക് ഫേങ് ദിയ വലിച്ചെറിഞ്ഞു. അപ്പോൾ അവൻ എന്ത് ചെയ്തു? പെട്ടെന്ന് ഓറഞ്ചിനെ ഒരിടത്തോട്ട് ഒരു ഭാഗം നോക്കി വലിച്ചെറിഞ്ഞു. ഓർ ആംഖേം ബന്ദ് കിയെ, പെട്ടെന്ന് തന്നെ കണ്ണിരിഞ്ഞിട്ട് അവൻ കണ്ണുകൾ മുറുകെ അടച്ചു. വഹീം ബൈബ്ഗെ, അവിടെ തന്നെ ഇരുന്നു അല്ലേ? ഓറഞ്ച് നീര് കണ്ണിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ എരിയും അല്ലേ? കണ്ണ് തുറക്കാൻ പറ്റത്തില്ല, കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ ഇവിടെ കരടിക്കുട്ടൻ്റെയും കണ്ണുകളിൽ വെള്ളം വരാനായിട്ട് തുടങ്ങി. അപ്പോൾ അവൻ്റെ കൊതിയെല്ലാം പോയി. അവൻ കയ്യിലിരുന്ന ഓറഞ്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ പിന്നീട് എന്താ ഉണ്ടായേ? ദോനോം സന്തരെ ഇസ് ബാത് പർ ഖൂബ് ഹസെ. അപ്പോൾ ഇവർ ഈ കരടിയുടെ കണ്ണിൽ നീര് പോയതൊക്കെ ആലോചിച്ച് ഒരുപാടങ്ങ് ചിരിച്ചു.
ഇത്നാ ഹസേ കി ഉൻകി ആംഖോം സേ ഭി പാനി ആനെ ലഗ. അപ്പോൾ ചിരിച്ച് ചിരിച്ച് അവരുടെ കണ്ണിൽ നിന്ന്, ആംഖോം സേ എന്ന് പറഞ്ഞാൽ കണ്ണിൽ നിന്നും, പാനി ആനെ ലഗ, എന്ത് വരാൻ തുടങ്ങി? വെള്ളം വരാൻ തുടങ്ങി. ഒരുപാട് ചിരിച്ചു അല്ലേ അവർ. തോടി ദേർ ബാദ് ഭാലു ചുപ് ചാപ്പ് വഹാം സേ ഗിസക്ക്. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഭാലു, കരടി, ഒന്നും മിണ്ടാതെ, ചുപ് ചാപ്പ് എന്ന് പറഞ്ഞാൽ മിണ്ടാതെ, വഹാം സേ ഖിസകെ, അവിടെ നിന്ന് ഖിസകെ, രക്ഷപ്പെട്ടു അല്ലെങ്കിൽ സ്ഥലം വിട്ടു. അപ്പം നാണം കെട്ടല്ലേ, അവരുടെ മുന്നിൽ അവർ നടന്നു പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അവരുടെ മുന്നിൽ ഒരു ഗുണ്ടയെ പോലെ വന്ന് നിന്നതല്ലേ. എന്നിട്ട് കണ്ണിൽ നീര് പോയെന്ന് പറഞ്ഞ് കരഞ്ഞ് ആകെ നാണം കെട്ടിരിക്കുകയാണ് നമ്മുടെ ബാലു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കഥ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ?